അപ്പോൾ തന്നെ നമ്മുടെ ബൊലോറോയുടെ 20ാമത്തെ പാനലാട്ടോ. അപ്പോൾ 20 പാനലായപ്പോൾ അതിൻ്റെ സന്തോഷം കൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്തതാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ വീഡിയോയ്ക്കകത്ത് കമൻറ്റുകൾ കണ്ടു കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ പാനൽ എന്തിനാണ് നിങ്ങൾ പിടിപ്പിക്കുന്നത്, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വേറൊരു ഫ്രെയിം മേടിക്കാൻ കിട്ടുകയില്ലെന്ന്. സുഹൃത്തുക്കളെ, ബൊലോറോ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഈ കമൻറ്റ് നോക്കുന്ന പോലല്ല, കമൻറ്റ് ചുമ്മാ നമ്മളിരുന്ന് പറയുന്ന പോലല്ല കേട്ടോ. അതായത് ചുമ്മാ നമ്മുടെ ഈ പഴയ പെട്ടി ടി വി ഇല്ല, നമ്മുടെ ചതുരത്തിരിക്കുന്നത്, ആ പെട്ടി ടി വി ഇരിക്കുന്ന പോലെ തള്ളി നിൽക്കുകയും ചെയ്യും. എന്നിട്ട് ഈ 2 സ്വിച്ചുകളെല്ലാം കൂടി ഇതിൻ്റെ അടിയിലുമായിരിക്കും. രാത്രിയിലൊക്കെ പോയിട്ട് നമുക്കൊരു സ്വിച്ച് ഇറങ്ങി തന്നെ തപ്പല. അതുപോലെ ബൊലോറോ യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് വേറെ ആരെങ്കിലും കയറി വണ്ടി ഓടിക്കുന്ന സമയത്താണല്ലോ അതെ ഈ സ്വിച്ചെല്ലാം ആടിയില്ല, ഇങ്ങനെ കൺഫ്യൂഷൻ ആയിപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാറിന് വന്നേക്കുന്ന ടൈപ്പ്, അതായത് ഈ ഒരു പാനലിനോട് ചേർന്ന് തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ വേറെ ആൾക്കാർ പറയുന്നുണ്ട് മേളി സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ പോരെ, എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളി സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നത്തെ സ്ക്രീനിൻ്റെ ആ ഒരു വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. രണ്ടാമത് ഇത് കണ്ടില്ല, ഇവിടെ ഒരു ചെറിയൊരു ഈ ക്ലസ്റ്ററിനകത്ത് കണ്ടില്ല ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് മറിഞ്ഞു പോകും കേട്ടോ. അത് സാധാരണ മോഡൽ വണ്ടികൾക്കാണെങ്കിൽ ഇവിടെ ഇല്ലാത്ത വണ്ടികളുണ്ട്, ഫുൾ ഓപ്ഷൻ വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇവിടെയും ഡിസ്പ്ലേ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റ് കമ്പനി വന്നിരിക്കുന്നില്ല, ആ OEM രീതി തന്നെ നമ്മുടെ ഈ പാനലിലെ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്ക് പോലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകാത്ത രീതിയിൽ കറക്റ്റ് നമ്മുടെ കമ്പനി മഹേന്ദ്ര എങ്ങനെ വിടുന്നു ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഇത് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. മഹേന്ദ്ര ഇങ്ങനെ വിടുമെന്നല്ല പറഞ്ഞേ. ഇപ്പം തന്നെ ഈ രീതിയിലുള്ള പാനൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സമീപിക്കുക കേട്ടോ. നമ്മുടെ താഴെ നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മളെ വിളിക്കുക. പിന്നെ വേറെ കേസ് കേട്ടുണ്ട്, ഇത് നമുക്ക് കൊറിയറോ സർവീസോ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നമുക്ക് ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിത് ഫിറ്റിംഗ് പരിപാടികൾ നടക്കത്തുള്ളൂ കേട്ടോ. കാരണം ഡാഷ്ബോർഡ് ശകലം വർക്ക് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഡാഷ്ബോർഡ് മുറിച്ച് കളയോ അങ്ങനെ പരിപാടികളൊന്നുമില്ല കേട്ടോ. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സാധാരണ കമ്പനി സാധനം ഊരുന്ന പോലെ തന്നെ എപ്പോഴും ഊരിയും ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ വിളിക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക. അപ്പം വെറൈറ്റി വീഡിയോ കാണാം. ബൈ.